ഗുഡ് മോദി കെയർ മോർണിംഗ്. മോദി കെയർ അട്ടപ്പാടി. മോദി കെയർ ബിസിനസ് വരുമാനം മാത്രമല്ല, നല്ല ആരോഗ്യം നേടാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ട 100% ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് വിതരണം ചെയ്യുന്നത്. മോദി കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന നല്ല റിസൾട്ടാണ് ഈ ബിസിനസ്സിൻ്റെ വിജയരഹസ്യം. ഇതാ 18 വർഷമായി എല്ലാവിധ ആധുനിക ചികിത്സകളും നടത്തിയിട്ടും തനിക്കുണ്ടായിരുന്ന സൊറിയാസിസ് എന്ന അസുഖത്തിൽ ഇതുവരെ ലഭിക്കാത്ത ആശ്വാസം മോദി കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് അസുഖം മാറി തനിക്ക് ലഭിച്ച നല്ല എക്സ്പീരിയൻസ് പരപ്പനങ്ങാടിയിലെ ചെട്ടിപ്പടി സ്വദേശി ഹസീന മാഡം ഷെയർ ചെയ്യുന്നു. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കും ഇതേ റിസൾട്ട് മോദി കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ലഭിക്കുന്നതാണ്. അത് ശരീരത്തിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പരപ്പനങ്ങാടിയിൽ ഒരു താത്തനെ കണ്ടുമുട്ടാനുണ്ടായി. അപ്പോൾ അവരിങ്ങനെ അവർക്ക് ഒരുപാട് കാലമായിട്ട് 18 വർഷത്തോളമായിട്ടൊരു സോറിയാസിസ്, അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. 18 വർഷത്തോളം അവർ ഇംഗ്ലീഷ് പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു മാറ്റം അവർക്ക് അതിൽ കഴിഞ്ഞിട്ടില്ല, ഒരു മാറ്റം വരുത്താനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉഷാനോട് ഇങ്ങനെ എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതിനെ കാണിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കാണും. അത് കാരണം തന്നെ ഈ ഒരു വസ്ത്രം ധരിക്കേണ്ടി വന്നത്. ഇവർ ഒരുപാട് ജോലി ചെയ്ത ആളായിരുന്നു. പെട്ടെന്ന് ഇങ്ങനൊരു അസുഖം വന്നപ്പോഴാണ് അത് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്, അടച്ചുകൂട്ടി ഇരിക്കുകയാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് യാദൃശ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നതും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ സിനത്താത്തയ്ക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, അപ്പോൾ അത് എന്നെ വിശ്വസിക്കാവുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. ഇപ്പം ക്യാഷ് ഒന്നും ഇപ്പോൾ വേണ്ട, നിങ്ങളത് കഴിക്കുകയാണെങ്കിൽ ഞാനത് 6 മാസം കൊണ്ട് നിങ്ങൾക്കത് മാറ്റി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു എന്നെ വിശ്വസിച്ച് എൻ്റെ ഒരു ഉറപ്പിൻ്റെ ബലത്തിൽ അവർ എന്നോട് ആ പ്രൊഡക്ട്സ് വാങ്ങുകയുണ്ടായി. ഞാൻ എൻ്റെ കഴിവിൻ്റെ എൻ്റെ ഇതിൽ അറിയുന്ന പ്രൊഡക്ട്സുകളൊക്കെ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അവരത് 1 മാസം 2 ആഴ്ച കഴിച്ചു. അപ്പം ഭയങ്കരമായിട്ട് പുറത്തോട്ട്, ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് അത് പൊന്തി വരികയുണ്ടായി. അത് കാരണം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ എന്നോട് സംസാരിച്ച് ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ ചെയ്തു. പിന്നീട് അത് അവരുടെ ആ ഒരു മാനസികാവസ്ഥ കൊണ്ടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ സമാധാനിപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, അത് മാറിക്കോളും. പെട്ടെന്ന് നമ്മുടെ പ്രൊഡക്ട്സ് കഴിക്കുമ്പോൾ ആ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സമാധാനിപ്പിച്ചൊരു 2 മാസം കൂടുതലായിട്ടൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ചെറുതായിട്ടൊരു പാടുകൾ മാത്രം ജസ്റ്റ് ദേഹത്തുള്ളൂ. അതുകൂടി മാറിക്കഴിഞ്ഞാൽ കാര്യം ഓക്കെ ആയി, ക്ലിയറായി. സിലഭാത്ത അതിന് വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിച്ചു. ഞാൻ ചെട്ടിപ്പടിയുള്ളതാണ്. പിന്നെ കുറെ 18 വർഷം ഈശ്വരമേടെ പറഞ്ഞ് 18 വർഷമായി എനിക്ക് എൻ്റെ നേരത്തെ ഇങ്ങനെ എനിക്ക് പറയാൻ വേഗം സങ്കടം വരും. ഞാൻ അവിടെ വലിക്കുന്ന് പറഞ്ഞിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ അധികം പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ അനുഭവിച്ച അനുഭവം പറഞ്ഞത് എനിക്ക് വേഗം സങ്കടം വരും. അങ്ങനെ ബസർമേടത്തിന് കണ്ട് ബസർമേടം പറഞ്ഞപ്പോൾ ഞാൻ കുറേ പറഞ്ഞു ഞാൻ ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ പ്രൊഡക്ട്സ് കഴിച്ചതിന് ശേഷം എനിക്ക് കുറേ നല്ല പൊന്തിക്കണേ. ഞാൻ ബേജാറായി. ഞാൻ ചങ്കൊക്കെ പിടിച്ചിട്ട് മരിക്കാൻ വേണ്ടി അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. എനിക്ക് പറയാൻ എനിക്ക് വേഗം സങ്കടം വരും. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ മുസർമേട്ടാണ് എൻ്റെ രക്ഷിച്ചത്. അതിന് മുമ്പ് നൂറ്റത്തെ എനിക്ക് സോപ്പൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട് അതിന് മേത്തൊക്കെ. എന്നിട്ട് എനിക്ക് ആക്ക ഇങ്ങനെ ഞാൻ പറയണ്ട, എനിക്ക് പറ്റുന്നുണ്ട്, ഈ മോദികാരൻ്റെ ഈ സോപ്പ് എനിക്ക് പറ്റുന്നുണ്ട്, എനിക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ബുസർമേട്ട കൊണ്ടുവന്നത് ബുസർമേട്ട അല്ല, നൂർജാത്ത കൊണ്ടുവന്ന് ബുസർമേട്ടത്തിന് പറഞ്ഞു. അങ്ങനെ ബുസർമേട്ട പറഞ്ഞു, ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ നിങ്ങളത് എങ്ങനെയായാലും മാറുമെന്ന് പറഞ്ഞു. ലാസ്റ്റാണ് അത് ഇപ്പോൾ എനിക്ക് എനിക്ക് നിസ്കരിക്കാനും കൂടെ പറ്റിയിട്ടില്ല. നോമ്പ് നോക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴൊക്കെ അല്ലെന്നില്ല. അപ്പോൾ നിസ്കാരം എല്ലാം ഈ പ്രൊഡക്റ്റ് കഴിക്കാനും നിസ്കരിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് വരാനും എനിക്ക് പറ്റുന്നുണ്ട്. എല്ലാവരും ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എനിക്ക് അല്ലെന്നില്ല റാഹത്താണ്. എല്ലാവരോടും ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിത് നല്ല റാഹത്താണ്. എനിക്ക് എൻ്റെ
അതുകൊണ്ട് എൻ്റെ അസ്സലാമു അലൈക്കും.